ഇപ്പോൾ ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കിങ്ങനെ ഫേസ് ടു ഫേസ് കണ്ടുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ഇൻട്രാക്ട് ചെയ്യാതെയുള്ള ഒരു ഓൺലൈൻ വ്യൂവിലേക്ക് മാറിയിട്ടുള്ള ടൈമിലാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു സിറ്റുവേഷനാണ് ക്ലാസ് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അപ്പോൾ സാരമില്ല, നമുക്ക് ഈ സിറ്റുവേഷൻ എന്ത് ചെയ്യാം, അങ്ങ് എൻജോയ് ചെയ്തിട്ട് അങ്ങ് ക്ലാസ്സൊക്കെ എടുത്ത് അങ്ങ് പോവാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ പോയിൻറ്റ്സുകൾ എന്ത് ചെയ്യാം, ലെക്ചർ നോട്ട്സ് എഴുതും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഞാൻ എടുക്കുന്ന പേപ്പർ റിസർച്ച് മെത്തഡോളജിയാണ്. അപ്പോൾ ആ പേപ്പർ എന്ന് പറഞ്ഞാൽ അത്ര ടഫായിട്ടുള്ള പേപ്പറൊന്നുമല്ല, നമുക്കൊരു സ്കോറിങ് പേപ്പറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. പഠിക്കാനും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പേപ്പറാണ്. അത്ര ബോറിംഗ് ആയിട്ടുള്ള സബ്ജക്ട്സോ അല്ലെങ്കിൽ അങ്ങനെ ടഫായിട്ടുള്ള ടേംസോ ഒന്നുമില്ലാത്ത വളരെ ഈസി ആയിട്ടുള്ള ഒരു പേപ്പറാണ് എന്ന് പറയുന്നത് ഈ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിസർച്ച് മെത്തഡോളജി എന്നുള്ള പേപ്പറിൽ നിങ്ങൾക്ക് 5 മൊഡ്യൂൾസാണുള്ളത്. അപ്പോൾ 5 മൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു മൊഡ്യൂളിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി പ്ലസ് ടുവിലൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള വളരെ ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുള്ളതാണ് ഇതിൽ ഒരു മൊഡ്യൂൾ. അപ്പോൾ അതല്ലാതെ ഇപ്പോൾ മറ്റ് 4 മൊഡ്യൂൾസാണ് നമുക്ക് പുതിയതായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് വരുന്നത്. ബാക്കിയുള്ള 4 മൊഡ്യൂൾസാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ റിസർച്ചിൻ്റെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് കോൺസെപ്റ്റുകൾ, റിസർച്ച് എന്താണ്, അപ്പം അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച്, റിസർച്ചിൻ്റെ ഫേസസ് എന്തൊക്കെയാണ്, അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ, ഹൈപ്പോത്തിസിസ്, അസംഷൻസ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതായത് ഇതിൽ വരുന്നത് സാമ്പിളിംഗ് സർവേ ആണ്. സാമ്പിളിംഗ് സർവേ, സാമ്പിളിംഗ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിങ്, ടെക്നിക്സ് ഓഫ് സാമ്പിളിങ്, അതുപോലെ തന്നെ സാമ്പിളിംഗ് എറേഴ്സ്, കേസ് സ്റ്റഡി, പൈലറ്റ് സ്റ്റഡി, ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. ഇപ്പോൾ തേർഡ് മൊഡ്യൂളിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഓൾറെഡി വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ഡാറ്റ കളക്ഷൻ. അപ്പം അതിൽ ഡാറ്റ കളക്ഷൻ മെത്തേഡ്സുകൾ എന്തൊക്കെയാണ്, അതായത് ക്വസ്റ്റ്യനേഴ്സ്, ഇൻ്റർവ്യൂ, ഷെഡ്യൂൾസ്, പിന്നെ അതിൻ്റെ പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡ്സും അതുപോലെ തന്നെ സെക്കൻഡറി ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ്, പിന്നെ പ്രൈമറി സെക്കൻഡറി ഡാറ്റ തമ്മിലുള്ള ഡിഫറൻസസ്, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് തേർഡ് മൊഡ്യൂളിൽ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഫോർത്ത് മൊഡ്യൂളിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗ്. അതായത് സ്കെയിലിംഗ് ടെക്നിക്സുകൾ, അതായത് മെത്തേഡ്സ് ഓഫ് സ്കെയിലിംഗ്, പിന്നെ മെഷർമെൻറ്റ് മെത്തേഡ്സുകൾ, അല്ലെങ്കിൽ മെഷർമെൻറ്റ് എറേഴ്സുകൾ, ഇതൊക്കെയാണ് ഫോർത്ത് മൊഡ്യൂളിൽ വരുന്നത്. പിന്നെ വരുന്നത് അഞ്ചാമത്തെ മൊഡ്യൂളാണ്. അഞ്ചാമത്തെ മൊഡ്യൂളിൽ ഡാറ്റ പ്രോസസ്സിങ് ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. അപ്പോൾ നമ്മൾ റിസർച്ച് കഴിഞ്ഞ് അതിൻ്റെ ഡാറ്റ പ്രോസസ്സ് ചെയ്ത് അപ്പോൾ ആ ഡാറ്റയെ പ്രോസസ്സ് ചെയ്യുന്ന മെത്തേഡ്സുകൾ എന്തൊക്കെയാണ്, അപ്പോൾ അതായത് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ, ടാബുലേഷൻ ഓഫ് ഡാറ്റ, പ്രസൻറ്റേഷൻ മെത്തേഡ്സുകൾ എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഡാറ്റയെ പ്രസൻറ്റ് ചെയ്യാൻ പ്രോസസ്സ് ചെയ്യാനൊക്കെ ഉപയോഗപ്പെടുത്തും. അപ്പോൾ അതിന് വേണ്ട സോഫ്റ്റ്വെയർസ് എന്നൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ റിസർച്ചിൻ്റെ റിസൾട്ടുകൾ അതായത് പ്രസൻറ്റ് ചെയ്യുന്ന റിസർച്ച് റിപ്പോർട്ടിൻ്റെ പ്രസൻറ്റേഷൻ, അതിൽ പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് റിപ്പോർട്ട്, അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്, അപ്പോൾ ആ റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പറേഷൻ, ഫോർമാറ്റുകൾ, അതിൻ്റെ സ്റ്റെപ്സ്, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് ഈ ഫിഫ്ത്ത് മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ടുള്ള. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ റിസർച്ച്. എന്താണ് റിസർച്ച്? നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, പല ആൾക്കാരും റിസർച്ച് ചെയ്യുകയാണ്, റിസർച്ച് ചെയ്ത് കഴിഞ്ഞു, PhD കിട്ടിക്കഴിഞ്ഞു അല്ലേ, അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ റിസർച്ച് എന്നുള്ള ടേം കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കസിൻസോ അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സോ അവരൊക്കെ റിസർച്ച് ചെയ്യാൻ പോയിട്ടുണ്ട്, അപ്പോൾ അയാൾ റിസർച്ച് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ അയാൾ റിസോഴ്സ് പേഴ്സൺ ആണ്, അതുപോലെയൊക്കെ നിങ്ങൾ പലതവണ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് റിസർച്ച് എന്ന് പറയുന്നത്? അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സ്റ്റഡി ആൻഡ് റിസർച്ച്? എന്താണ് ഒരു സ്റ്റഡിയും റിസർച്ചും തമ്മിലുള്ള വ്യത്യാസം? നമുക്കൊരു മിയർ സ്റ്റഡിയെ നമുക്ക് എന്തേ പറയാൻ പറ്റില്ല, ഒരു റിസർച്ച് ആയിട്ട് പറയാൻ പോസിബിൾ അല്ല. മിയർ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മളൊരു സാധാരണമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കുന്നതിന് നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല, റിസർച്ച് എന്ന് പറയാൻ പോസിബിൾ അല്ല. അതേസമയം നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് ഏതെങ്കിലും ഒരു എലമെൻസിനെ പറ്റിയോ, ഏതെങ്കിലും അസംഷൻസിനെ പറ്റിയോ, ഏതെങ്കിലും ഫാക്ട്സിനെ പറ്റിയോ, ഏതെങ്കിലും ഫിഗേഴ്സിനെ പറ്റിയോ നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത്, റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഈസ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഇതെന്തല്ല, ഇതൊരു മിയർ സ്റ്റഡി അല്ല,
അപ്പം ഇയർ സ്റ്റഡി ആണെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു റൂൾസ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സോ ഡിസിപ്ലിൻസോ പ്രൊസീജിയേഴ്സോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അതല്ലാതെ നമ്മളൊരു പെർട്ടിക്കുലർ എലമെൻസിനെ പറ്റി അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഫാക്ട്സിനെ പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെയുള്ള എന്തെങ്കിലും ഇവൻറ്റ്സ് ആയിരിക്കാം, കേസസ് ആയിരിക്കാം. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി ഇവൻറ്റ്സിനും എലമെൻസിനും കേസസിനും ഒക്കെ പറ്റി നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഡാറ്റ കളക്ട് ചെയ്ത് ആ ഡാറ്റ റെക്കോർഡ് ചെയ്ത് ആ ഡാറ്റ ഇൻ്റർപ്രിറ്റ് ചെയ്ത് നമ്മൾ കറക്റ്റ്ലി അനലൈസ് ചെയ്ത് പഠിക്കുന്ന രീതിക്കാണ് നമ്മളെന്ന് പറയുന്നത് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഫോർ റെക്കോർഡിംഗ്, അനാലിസിസ് ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. അപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡാറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ. ഇതെന്താണ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ്. അപ്പോൾ ഈ സിസ്റ്റമാറ്റിക് പ്രൊസീജിയേഴ്സ് നടത്തുന്നത് എന്തിനായിരിക്കാം? മേ ബി ഫോർ ദ ഗെയിനിങ് ഓഫ് നോളേജ്. ഗെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും അറ്റൈൻ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മൾ നോളേജ് സീക്കിങ്ങിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് മേ ബി ഫോർ ദ ഗെയിനിങ് ഓഫ് നോളേജ് ഓർ ഫോർ ദ ഡിസ്കവറി ഓഫ് നോളേജ്. എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതിനായിരിക്കാം, പഠിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തിനായിരിക്കാം മേ ബി ഫോർ ദ explanation of any assumptions or concepts. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കോൺസെപ്റ്റുകളെ പറ്റിയോ അസംഷൻസിനെ പറ്റിയോ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും അത് കറക്റ്റ് ആണെന്നുള്ള നമ്മൾ പ്രൂവ് ചെയ്തെങ്കിലും നമ്മൾ പ്രസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും പ്രൂവ് ചെയ്യുന്നതിനായിരിക്കാം നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും പറയാം റിസർച്ച് ആണെന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ബിസിനസ് എന്റർപ്രൈസസിൽ നമ്മൾ ഇത്തരത്തിലുള്ള റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് ചിലപ്പോൾ അവിടെയുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രൊസീജിയേഴ്സിലേക്ക് ഹെൽപ്ഫുൾ ആയിരിക്കാം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടോ പ്രോബ്ലം സൊല്യൂഷൻസിന് വേണ്ടിയിട്ടോ ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിന് വേണ്ടിയിട്ടോ ന്യൂ നോളേജിൻ്റെ ഡിസ്കവറിങ് ഓഫ് വേണ്ടിയിട്ടോ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയേഴ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന സ്റ്റഡിക്കാണ് നമ്മൾ എന്താ പറയുന്നത് ഈ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ it is a systematic method of collecting, recording, analysis and interpretation of data for a problem solution or the solution of a problem or for decision making. Clear? അപ്പോൾ ഇത്രയാണ് വരുന്നത് എന്താണ് ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സ്റ്റഡിക്കാണ് നമ്മളെന്ന് പറയുന്നത് റിസർച്ച് എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ലെക്ചർ നോട്ട്സ് എന്ത് ചെയ്യുക എഴുതി വെക്കുക. അതുകൂടാതെ ഞാൻ ക്ലാസ്സിൻ്റെ എൻഡിങ്ങിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ കുറച്ച് അത്ര ഇലാബറേറ്റഡ് ആയിട്ടുള്ള എന്നാലും ഷോർട്ടായിട്ടുള്ള നോട്ട്സുകൾ ഞാൻ തരും. അപ്പോൾ അത് കറക്റ്റ് എഴുതി വെക്കുക. അത് കൂടാതെ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി എടുക്കുന്ന ക്ലാസ്സുകൾ അന്ന് തന്നെ നോട്ട് ചെയ്ത് വെക്കാം, നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇനി ക്ലാസ് റൂമിലേക്ക് വരുന്ന സമയത്ത് അതെന്ത് ചെയ്യാം നമുക്ക് ചെക്കൗട്ട് ചെയ്തിട്ട് അതിലെന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഇനിയിപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്തുള്ള കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി എന്ത് ചെയ്യാം മെസ്സേജ് ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യാം നോട്ട് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഞാൻ നോട്ട്സായിട്ട് തരുന്ന കാര്യങ്ങൾ എഴുതിയിട്ട് നോട്ടായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഓൾറെഡി പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാം അസൈൻമെൻറ്റ്സ് ആയിട്ട് ചെയ്യാം. അത് നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾ അസൈൻമെൻറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യും അസൈൻമെൻറ്റ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്യും. അപ്പോൾ ഇത്രയാണ് എന്താണെന്ന് പറയുക റിസർച്ചിൻ്റെ ഒരു മീനിങ് ആയിട്ട് പറയേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു ഡെഫിനേഷനും കൂടെ പറയാം. അപ്പം റിസർച്ചിൻ്റെ ഒരു ഡെഫിനേഷൻ പറയാമെന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു റോബർട്ട് റോസ് എന്നുള്ള ആൾ പറഞ്ഞിട്ടുള്ളൊരു ഡെഫിനേഷനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ റിസർച്ച് ഈസ് എസെൻഷ്യലി ഇൻവെസ്റ്റിഗേഷൻ. എന്താണെന്ന് പറയുന്നത് ദ റിസർച്ച് പ്രൊസീജിയർ ഈസ് ആൻ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മേ ബി ഡൺ ബൈ ആൻ ഇൻവെസ്റ്റിഗേറ്റർ. അപ്പോൾ ഇവിടെയുള്ള റിസർച്ചിൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? ദ റിസർച്ചർ ഹിംസെൽഫ്. റിസർച്ച് ചെയ്യുന്ന ആളാണ് നമ്മളെന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ റിസർച്ചർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണെന്ന് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഇപ്പോൾ അക്കോർഡിംഗ് ടു റോബർട്ട് റോസ് റിസർച്ച് ഈസ് എസെൻഷ്യലി ആൻ ഇൻവെസ്റ്റിഗേഷൻ, എ റെക്കോർഡിംഗ് ആൻഡ് അനാലിസിസ് ഓഫ് എവിഡൻസസ്. അപ്പോൾ റെക്കോർഡ് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക ഡാറ്റ കളക്ട് ചെയ്ത് എന്ത് ചെയ്യുക ആ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഡാറ്റ കളക്ട് ചെയ്യാം. ആൻഡ് അനലൈസ് ചെയ്യാം.
അനലൈസ് ചെയ്യുന്ന അതായത് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ടൂൾസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ടാബുലേഷൻസ് യൂസ് ചെയ്ത്, ടാബിൾസ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും വെറേജസ് ഒക്കെ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ റേഷ്യോസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. ആൻഡ് ഫോർ ദ ഗെയിനിങ് ഓഫ് നോളേജ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡാറ്റ കളക്ട് ചെയ്ത് അനലൈസ് ഒക്കെ ചെയ്യുന്നത്? ഫോർ ദ gaining of knowledge, for the attaining of knowledge. So according to Robert Ross, research is essentially an investigation and analysis or recording and analysis of evidences for the gaining of knowledge. ഫസ്റ്റ് ഒരു തവണ കൂടെ ഞാൻ എന്ത് ചെയ്യാം പറയാം, ഒരു സിംഗിൾ ലൈനിലെ ഡെഫിനേഷൻ, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും. അപ്പോൾ അക്കോർഡിംഗ് ടു റോബർട്ട് റോസ്, റിസർച്ച് ഈസ് എസെൻഷ്യലി ആൻ ഇൻവെസ്റ്റിഗേഷൻ, recording and analysis of evidences for the purpose of gaining knowledge. Clear? Okay. അടുത്തത്, what are the features of research? റിസർച്ചിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അപ്പം എന്തൊക്കെയാണ്, ഞാൻ പറഞ്ഞ കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അല്ലേ? അപ്പം എന്താണ് റിസർച്ച്? എന്താണ്? ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ. റിസർച്ച് എന്താണ്? ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ടു ബി ഡൺ ഫോർ ദ പർപ്പസ് ഓഫ് ഗെയിനിങ് knowledge. അപ്പോൾ ഒന്നെന്താണ്? ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ. രണ്ടാമത്, ഇറ്റ് ഈസ് ടു ബി ഡൺ ഫോർ ദ പർപ്പസ് ഓഫ് ഗെയിനിങ് നോളജ്. നോളജ് എക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് റിസർച്ച് ഈസ് എൻ ഇൻവെസ്റ്റിഗേഷൻ. എന്താണ്? നമ്മളിങ്ങനെ പല കാര്യങ്ങൾ എൻക്വയർ ചെയ്ത് കണ്ടുപിടിക്കുന്ന പ്രൊസീജിയറാണെന്ന് പറയുന്നത് റിസർച്ച് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് എൻ്റെ മെയിൻ ആയിട്ടുള്ള മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്, റിസർച്ച് ഈസ് ടു ബി കണ്ടക്റ്റഡ് ഫോർ ദ സൊല്യൂഷൻ ഓഫ് എ പ്രോബ്ലം. നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമ്മളിപ്പോൾ മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ പ്രോബ്ലം സൊല്യൂഷൻസിനായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു എക്സിസ്റ്റിംഗ് പ്രോബ്ലംസിൻ്റെ സൊല്യൂഷന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒരു റിസർച്ചർ കണ്ടക്ട് ചെയ്യുന്ന റിസർച്ചിലൂടെ ആയിരിക്കാം അവിടെ ഒരു യൂണിറ്റിൽ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ യൂണിറ്റിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻസിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് വരുന്നത് അല്ലേ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രോബ്ലം സൊല്യൂഷൻസ് ആയിരിക്കാം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടെ കണക്ട് ചെയ്ത് പറയാണ്. അപ്പം അതിൽ ഒന്നാമത്തത്, ഇറ്റ് എ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ, ഇറ്റ് ഈസ് ടു ബി ഡൺ ഫോർ ദ പർപ്പസ് ഓഫ് ഗെയിനിങ് നോളേജ്, ഇറ്റ് ഈസ് എൻ ഇൻവെസ്റ്റിഗേഷൻ, മേ ബി ഹെൽപ്പ് ഫോർ ദ സൊല്യൂഷൻ ഓഫ് എ പ്രോബ്ലം, ഓർ ഇറ്റ് റിസർച്ച് ഹെൽപ്സ് ഫോർ പ്രോബ്ലം സോൾവിങ് വേണ്ടി സഹായിക്കാം. പിന്നെ വരുന്നത്, റിസർച്ച് ഹെൽപ്പ് ഫോർ ദ ഡിസിഷൻ മേക്കിംഗ് ഫംഗ്ഷൻ. അപ്പോൾ പ്രോബ്ലം സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ആ പ്രോബ്ലം സൊല്യൂഷൻ കിട്ടി, അല്ലെങ്കിൽ അവിടെ ഒരു പുതിയ ഡിസിഷൻസ് ഇൻവോൾവ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും യൂണിറ്റ്സിനെ പറ്റി പഠിച്ചു കഴിയുന്ന സമയത്ത് അപ്പോൾ പുതിയതായിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ എക്വയർ ചെയ്ത നോളജിൽ നമുക്ക് പുതിയ ഡിസിഷൻസിലേക്കുള്ള റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ റിസർച്ചിൻ്റെ ഫൈൻഡിങ്സ് എന്തായിരിക്കാം? ചിലപ്പോൾ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രൊസീജിയറിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി ആരെ സഹായിച്ചേക്കാം? റിസർച്ചറിനെ സഹായിച്ചേക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് helps for the development of theories or the development of principles, and these principles or concepts may be used for future references also. അപ്പോൾ അതായത് നമ്മൾ ഈ റിസർച്ചിലൂടെ എന്തെങ്കിലും തിയറീസോ കോൺസെപ്റ്റുകളോ നമുക്ക് എന്ത് ചെയ്യാം? ഫൈൻഡ് ഔട്ട് ചെയ്യാം. ആ ഫൈൻഡ് ഔട്ട് ചെയ്ത അസംഷൻസ്, കോൺസെപ്റ്റുകൾ, തിയറീസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് നമുക്ക് എന്ത് ചെയ്യാം? ഫ്യൂച്ചറിൽ നമുക്ക് നീഡഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് എന്ത്, വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ദീസ് ടൈപ്സ് ഓഫ് ഡെവലപ്ഡ് തിയറീസ് ഓർ പ്രിൻസിപ്പിൾസ്. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, റിസർച്ച് റിക്വയർഡ് ദ എക്സ്പെർട്ടൈസ്. അപ്പോൾ നമുക്കൊരു ഓർഡിനറി ആയിട്ടുള്ള ഒരാൾക്ക് ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ അല്ല എന്തെന്ന് പറയുന്നത് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡാറ്റ ഹാൻഡിൽ ചെയ്യാൻ, അതുപോലെ തന്നെ ഡാറ്റ അനാലിസിസിൻ്റെ പ്രൊസീജിയേഴ്സിനെ പറ്റി, അനാലിസിസ് ടൂൾസിനെ പറ്റിയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പോസിബിൾ ആയിട്ടുള്ള, സ്കിൽഫുൾ ആയിട്ടുള്ള, നോളജബിൾ ആയിട്ടുള്ള ഒരാൾക്കാണ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക? റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എക്സ്പെർട്ടൈസ് റിക്വയർഡ് ആണ്. അതുപോലെ തന്നെ എന്താണ്, റിസർച്ച് എന്നൊരു ലെങ്തി ആയിട്ടുള്ള പ്രൊസീജിയറാണ്. അപ്പോൾ ഒരു ജസ്റ്റ്
3-4 മിനിറ്റ്സിൽ അല്ലെങ്കിൽ 2 ഡേയ്സിൽ അല്ലെങ്കിൽ വളരെ ഫ്യൂ ഡേയ്സിനുള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറല്ല. അപ്പോൾ അതൊരു ലെങ്തി ആയിട്ടുള്ള ലോങ് ടൈം റിക്വയർഡ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. അപ്പോൾ അതിന് അതിൻ്റെതായ എക്സ്പെൻസുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ അതിന് നമുക്ക് ആ റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടുന്ന, ഇപ്പോൾ ഒരു റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ റിസർച്ച് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഉണ്ടാകുന്ന റെസ്പോൺസസ് എല്ലാം പോസിറ്റീവ് റെസ്പോൺസസ് ആണെന്നില്ല, ഒരുപാട് നെഗറ്റീവ് റെസ്പോൺസസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പേഷ്യൻസ് ഉള്ള ഒരാളായിരിക്കണം, നല്ല ക്ഷമയുള്ള ഒരു വ്യക്തിയായിരിക്കണം ആരെന്ന് പറയുന്നത്, റിസർച്ചറിന് അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന ആളെന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെർട്ടൈസ് റിക്വയർഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണെന്ന് പറയുന്നത് ഈ റിസർച്ച് എന്ന് പറയുന്നത്. സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. എക്സ്പെർട്ടൈസ് വേണം, അതുപോലെ തന്നെ പേഷ്യൻസ് വേണം. പിന്നെ നമ്മൾ ഈ റിസർച്ചിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡാറ്റ എന്താണ്, നമ്മൾ പ്രൈമറി ഡാറ്റ ആയിരിക്കാം അല്ലെങ്കിൽ സെക്കൻഡറി ഡാറ്റ ആയിരിക്കാം. അപ്പോൾ അത്തരത്തിൽ ഫസ്റ്റ് ഹാൻഡ് ഡാറ്റയോ സെക്കൻഡ് ഹാൻഡ് ഡാറ്റയോ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇൻഡെപ്ത് സ്റ്റഡിയാണ് എന്ന് പറയുന്നത് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച്. ഓക്കെ, അപ്പോൾ മീനിങ്, ഡെഫിനിഷൻ, ഫീച്ചേഴ്സ്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ നോട്ട്സ് ഞാൻ എന്ത് ചെയ്യാം തരാം. അപ്പോൾ അത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ ബുക്സുകൾ, ഇപ്പോൾ നമ്മൾ സീനിയേഴ്സിൻ്റെ ആരെങ്കിലും നിങ്ങൾക്ക് ബുക്സ് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് റെഫർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബുക്സ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് വായിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് നമുക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഫോണും ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡാറ്റ എന്ത് ചെയ്യാം കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ നന്നായിട്ട് വായിക്കാം. അപ്പോൾ പ്രത്യേകിച്ചും എംകോം സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ക്ലാസ് റൂം സ്റ്റഡീസോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റഡീസോ മാത്രം പോരാ, കുറച്ചും കൂടെ വൈഡൻ ആയിട്ടുള്ള ഒരു അപ്രോച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റഡീസിൽ വേണം. അപ്പോൾ നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണ്. അപ്പോൾ ആ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് നിങ്ങൾ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. കുറച്ചും കൂടെ നന്നായിട്ട് വായിക്കുക. നിങ്ങൾ നോളേജ് വൈസ് എക്യുപ്ഡ് ആയിരിക്കുക. ഇത് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഈ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കാണുക, നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് കാണാം. ഓക്കെ.